അച്ഛാ, ആ പെൺകുട്ടി കള്ളമല്ലേ പറഞ്ഞത്? എനിക്കങ്ങനെ തോന്നിയില്ല. അവൾ ടാബ്ലറ്റ് വാങ്ങിക്കാൻ ഇറങ്ങിയതല്ല, അതുറപ്പാ. എന്താ നിനക്കൊരു സംശയം വരാൻ കാരണം? ആ കുട്ടിയുടെ കവിളിൽ അടികൊണ്ട പാടുണ്ട്. എന്താ? അച്ഛൻ കാറ് സൈഡൊതുക്കി. നിനക്കത് മുന്നേ പറയാമായിരുന്നില്ലേ? ആരേലും ഉപദ്രവിച്ചതാവാനാ സാധ്യത. അവന്മാരെ പേടിച്ച് ഓടിയതാണെങ്കിലോ? ഞാനത് ശ്രദ്ധിച്ചതുമില്ല. എൻ്റെ ഡാഡി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നമ്മളിവിടെ ബിസിനസ് ആവശ്യത്തിന് വന്നു, കാര്യം കഴിഞ്ഞു മടങ്ങുന്നു. എന്നാലും പാവം നല്ലൊരു കൊച്ച്. അല്ലേലും വർമ്മ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഓണർ ജിതേന്ദ്ര വർമ്മയ്ക്ക് പെൺകുട്ടികളോട് ഒരു പൊടിക്കിഷ്ടം കൂടുതലാ. അയാൾ പുഞ്ചിരിയോടെ കാറ് ഡ്രൈവ് ചെയ്തു. പക്ഷേ മമ്മയോട് ഈ സ്നേഹം കാണുന്നില്ലല്ലോ അച്ഛാ. എൻ്റെ പൊന്നു മോനെ, നീ ഒന്നുകിൽ ഡാഡി എന്ന് വിളി, ഇല്ലേൽ അച്ഛാന്ന്. അത് മമ്മയ്ക്ക് മുന്നിൽ ഡാഡി വിളിച്ച് വിളിച്ച് മിക്സായി. അതാണ് മമ്മയെ പേടി. എനിക്കും അത് തന്നെ. അവളുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ പറ്റുമോ? എന്തേലും പറഞ്ഞാൽ തുറച്ചു വെച്ച് ഒരു നോട്ടമുണ്ട്. അതിനേക്കാളും നമ്മൾ ആ പണിക്ക് പോകാതിരിക്കുന്നതല്ലേ നല്ലത്. അവൻ തല കുലുക്കി ചിരിച്ചു. അച്ഛാ, മകളുടെ വിളി ചെവിക്കുള്ളിൽ പ്രകമ്പനം സൃഷ്ടിക്കുമ്പോൾ മാധവൻ പതിയെ എഴുന്നേറ്റു. എൻ്റെ കുട്ടി വന്നോ ഈ രാത്രി? ഇല്ല, എനിക്ക് തോന്നിയതാവും. ഒരു റൂമിൽ 2 കട്ടിലാണ്. ഒന്നിൽ സിദ്ധാർത്ഥ് എന്ന സിദ്ധുക്കുട്ടൻ കിടക്കുന്നുണ്ട്. അച്ഛാ. ജനലിൽ തട്ട് കേട്ടതും മാധവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് തപ്പി തടഞ്ഞ് ലൈറ്റ് ഇട്ടു. ലച്ചൂട്ടിയല്ലേ? ഓടിച്ചെന്ന് ജനൽപ്പാളി തുറന്നു. മോളെ, നീ എന്താ? മോനും കൂടെയുണ്ടോ? എല്ലാം പറയാം. അച്ഛൻ സിദ്ധൂട്ടനെയും മുത്തശ്ശിയെ ഉണർത്താതെ. അയാൾ പെട്ടെന്ന് വന്ന് മുൻവശത്തെ വാതിൽ തുറന്നു. അവൾ അകത്ത് കയറി ഓടാമ്പലിട്ടു. മോളെ, ഈ അസമയത്ത് ഒറ്റയ്ക്കാണോ വന്നത്? ലക്ഷ്മി ഒന്ന് മൂളിയതേയുള്ളൂ. അയ്യോ, കാലിലും കയ്യിലും എന്താ പറ്റിയേ? വീണോ നീ? ഡ്രസ്സ് കീറിയിട്ടുണ്ടല്ലോ. അച്ഛാ, പതിയെ. അവർ 2 പേരും എഴുന്നേൽക്കും. അവൾ റൂമിലേക്ക് കയറിയതും അയാളും ഒപ്പം ചെന്നു. എന്താ മോളെ? മോൻ വരാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിച്ചിട്ട് വന്നതാണോ? അവൾ പുഞ്ചിരിയോടെ കട്ടിലിരുന്നു. മോളെ, മാല എന്ത് ചെയ്തു? യാദവ് വന്നു. ആ മാല എനിക്കിനി വേണ്ട. അത് മരണമണിയാ അച്ഛാ. ഇനി ഒരു പാവകളിക്ക് എനിക്ക് വയ്യ. എന്താ ലച്ചൂട്ടി, നീ കാര്യം തെളിച്ചു പറയ്. അവൻ എന്നെ ചതിക്കുമായിരുന്നു അച്ഛേ. പ്രണയം നടിച്ച് പിന്നാലെ വന്നതും എന്നെ കല്യാണം കഴിച്ചതുമെല്ലാം അവൻ്റെ നാടകമായിരുന്നു. യാദവിൻ്റെ സ്വഭാവത്തെപ്പറ്റി മകൾ പറയുന്നത് കേട്ട് അയാൾ തകർന്നു പോയിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? സിദ്ധുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അവിടെ നിന്നാൽ മതിയെന്ന് തോന്നിപ്പോവുക. എന്തിന്? എൻ്റെ ചേച്ചിയെ അവൻ ഉപദ്രവിക്കും. ഇങ്ങനെയുള്ളവൻ്റെ പണത്തിൽ എനിക്ക് സർജറി നടത്തണ്ട. സിദ്ധു കയറി വന്നതും അവൾ സങ്കടത്തോടെ എഴുന്നേറ്റു. ചേച്ചി ചെയ്തതാ ശരി. ചതിയൻ എൻ്റെ ചേച്ചിയെ കൂടിയവൻ. ഇനി ഒന്നിനും യാദവിൻ്റെ മുന്നിലേക്ക് പോകണ്ട. സർജറി നടന്നില്ലേൽ മരിക്കുമായിരിക്കും. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇല്ല സിദ്ധൂട്ടാ, സർജറി നടക്കും. അതിനു വേണ്ടുന്ന കാശുണ്ടാക്കണം. അതെൻ്റെ വാശിയാ. മോളെ, ലക്ഷങ്ങളാണ് വേണ്ടത്. ഈ വീട് തന്നെ വാടകയ്ക്കാം. അവർ മാറിക്കൊടുക്കാൻ പറഞ്ഞാൽ ആ സമയം പോകണം. അച്ഛാ, ഓരോന്ന് പറഞ്ഞ് ചേച്ചിയെ വിഷമിപ്പിക്കണ്ട. സിദ്ധു അവളുടെ തോളിൽ തട്ടി. എൻ്റെ ചേച്ചി സ്ട്രോങ് ആണ്. വീണ് പോയാൽ അവൻ ചവിട്ടി താഴ്ത്തും. അത് പാടില്ല. അവൻ പിന്നാലെ വരുമോ മോളെ? വരൂ അച്ഛാ. അവൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അത് നടന്നില്ലല്ലോ. എന്തേലും ഒരു ജോലി ശരിയാക്കണം. ഇന്നിനി രാത്രി ഒന്നും ഓർക്കണ്ട. ചേച്ചി കിടന്നോ. അവൻ അവൾക്ക് അടുത്തിരുന്നു. നെഞ്ചിൽ ഒരു വിങ്ങൽ പോലെ. പക്ഷേ സീതാലക്ഷ്മി കരയില്ല. അവൾക്ക് കരഞ്ഞു വശമില്ല. കണ്ണുകൾ പതിയെ അടയുമ്പോൾ മാധവൻ മകൻ്റെ മുഖത്താണ് നോക്കിയത്. സർജറി ഉടനെ നടക്കും എന്ന സന്തോഷത്തിൽ ഇന്നലെ വരെ പ്രതീക്ഷയോടെ തുള്ളിച്ചാടിയ മകൻ ഇനി അങ്ങോട്ട് മരണത്തിലേക്ക് നടന്നടുക്കുവാണ്. വിതുമ്പിപ്പോയിരുന്നു ആ അച്ഛൻ. സിദ്ധു അയാളെ രൂക്ഷമായി നോക്കി. ഉറങ്ങിക്കിടക്കുന്നവളെ വേദനയോടെ നോക്കിക്കൊണ്ട് അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. എൻ്റെ ചേച്ചിക്ക് മുന്നിൽ ഇതുപോലെ നിന്ന് കരയരുത്. മാനവും ജീവിതവും നഷ്ടപ്പെട്ട് ഒരാശ്രയം എന്നോണം കയറി വന്നതാ. 17 വയസ്സുള്ളവൻ്റെ വാക്കിൽ ആ ചേച്ചിയോടുള്ള കരുതൽ മാത്രമാണ്. അച്ഛൻ തല കുലുക്കി മൂളി. വെളുപ്പിന് കോഴി കൂവുന്ന ശബ്ദം.
അവൾ പിടഞ്ഞെഴുന്നേറ്റു. ചുവരിൽ ചാരിയിരുന്നു. ഒരു ഫോൺ പോലുമില്ല. എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം. പഴയ ലക്ഷ്മിയിൽ നിന്ന് സീതയിലേക്ക് ഒരു പരിവർത്തനം. ഞാൻ ആരാന്ന് നീ തിരിച്ചറിയും യാദവ്. അവൾ പുച്ഛത്തോടെ ചിരിച്ചു. ദേവകിയമ്മ ഉമ്മറത്തേക്ക് വന്നു. മാധവൻ അരഭിത്തിയിലിരുന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട്. മോനെ ചായ. അയാൾ ചുറ്റും നടക്കുന്നത് ഒന്നും അറിയുന്നില്ല. മക്കളെ തോളിൽ പിടിച്ച് കുലുക്കിയതും മാധവൻ ഒന്ന് ഞെട്ടിപ്പോയി. യാദവ് പേടിയോടെ വിളിച്ചു. മോൻ വിളിച്ചിരുന്നോ? കറങ്ങാൻ പോയിട്ട് വന്നോ മക്കളെ? അപ്പോൾ സിദ്ധുവിൻ്റെ സർജറി ഉടനെ കാണുമല്ലേ? അമ്മ ഇവിടെ ഇരിക്ക്. അവരെ പിടിച്ച് അടുത്തിരുത്തി. ചുളിവ് വീണ കൈകളിലെ പച്ച ഞരമ്പുകൾ ഇങ്ങ് തെളിഞ്ഞു കാണാം. മാധവൻ ആ കയ്യിൽ പതിയെ തഴുകി. ഇത് ലച്ചുമ്മയുടെ ചെരുപ്പല്ലേ? അവർ രണ്ടുപേരും വന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. രാത്രി വന്നമ്മ, പക്ഷേ അവൻ വന്നില്ല. അതെന്താ വരാഞ്ഞേ? മോളൊറ്റയ്ക്ക്? അയ്യോ, എന്താ പിണങ്ങിയോ അവർ തമ്മിൽ? അച്ചമ്മ ആന്തലോടെ ചോദിച്ചു. എല്ലാം അവസാനിപ്പിച്ച് മോളിങ്ങി പോന്നു. ആ വൃദ്ധയുടെ കണ്ണിൽ ദേഷ്യം ഇരച്ച് കയറി. ദുഷ്ടൻ. അപ്പോൾ കണ്ണടച്ച് തുറക്കും മുന്നേ വീടും കാറും എല്ലാം ആയത് ചുമ്മാതല്ല. ഇനി അവന് നമ്മുടെ ലക്ഷ്മിയെ കൂടി വേണമല്ലേ? ഈ വീട്ടുപടിക്കൽ അവൻ വരട്ടെ. കൊല്ലും ഞാൻ ആ സാമദ്രോഹിയെ. നമ്മുടെ തെറ്റല്ലേ അമ്മ? മോളുടെ പുറകെ നടന്നിട്ടും ഒരു രക്ഷയില്ലാതെ വന്നതും അവൻ പെണ്ണ് ചോദിച്ചു വന്നു. നമ്മളല്ലേ ഈ വീട്ടിലെ മഹാലക്ഷ്മിയെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തത്? അവൾ നിന്നെ കുറ്റപ്പെടുത്തിയോ മക്കളെ? അയ്യോ ഇല്ലമ്മ, എന്നെ നോവിച്ചിട്ടില്ല എൻ്റെ കുട്ടി. നമ്മൾ അവനെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചതല്ലേ മോനെ? നാട്ടുകാർക്ക് നല്ല അഭിപ്രായം ആയിരുന്നില്ലേ? പിന്നെ എല്ലാം നമ്മുടെ കുട്ടിയുടെ തലവര. മാധവൻ നിശ്വസിച്ചു. നിനക്ക് ജോലിക്ക് പോകണ്ടേ? ഇനി എങ്ങനെ പോകും? അവൾ അറിയില്ലേ? എന്ത് കള്ളം പറഞ്ഞാലും പിടിക്കപ്പെടും. അറിയട്ടെ. ഒരുത്തൻ്റെ കാല് പിടിച്ച് കെഞ്ചി കിട്ടിയ ജോലിയാ, കളയാനൊക്കില്ല. കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. പുട്ടിന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലക്ഷ്മി പുട്ടുകുറ്റിയിലേക്ക് നോക്കി ചിരിച്ചു. എന്നും പുട്ട്. ഇതിന് മാത്രം മാറ്റമില്ല. ഇനി മാറ്റം വരാനും പോകുന്നില്ല. റേഷൻ കടയിൽ നിന്ന് അരിയും പച്ചരിയും ഗോതമ്പും കിട്ടുന്നത് കൊണ്ട് പട്ടിണിയില്ല. അച്ചമ്മ എവിടെ പോയി? തിരിഞ്ഞ് ഉമ്മറത്തേക്ക് നോക്കി. അച്ചമ്മോ, എന്താണ് മകനുമായൊരു സല്ലാപം? പുട്ടിന് ആവി വന്നു കേട്ടോ. അവൾ ധൃതിയിൽ തുറന്നു കിടക്കുന്ന അടുക്കള വാതിൽ വഴി പിന്നാമ്പുറത്തേക്ക് നടന്നു. ഒരു ഓടുമേഞ്ഞ ചെറിയ വീടാണ്. മാസം 1500 രൂപ വാടക. ഇല്ലായ്മയറിഞ്ഞ് രാജൻ കൊടുത്തതാണ്. പക്ഷേ മാസത്തവണ മുടങ്ങിയാൽ അയാളുടെ മുഖം മങ്ങും. 2 വർഷമായി മാധവനും കുടുംബവും ഇവിടെയാണ് താമസിക്കുന്നത്. അടുക്കളയും ഹാളും 3 മുറിയും. ചെറിയൊരു റൂമിൽ അച്ചമ്മയും മറ്റൊന്നിൽ ലക്ഷ്മിയും കിടക്കും. ഇത്തിരി വലിയ റൂമിൽ സിദ്ധുവും മാധവനും. 2ാമത്തെ പ്രസവത്തോടെ മാധവൻ്റെ ഭാര്യ സുലോചന മരിച്ചു. അന്ന് സീതയ്ക്ക് 8 വയസ്സുണ്ട്. അറിവ് വെച്ച കാലം മുതൽ സിദ്ധുവിന് ലച്ചു ചേച്ചി മാത്രമല്ല. കുളി കഴിഞ്ഞു വരുമ്പോൾ മാധവൻ പുട്ട് കഴിക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ കണ്ണ് ഊണുമേശയിൽ ഉടക്കി. പഴകിയ തടിയിൽ പണിതത് കൊണ്ട് തന്നെ 4 കാലും നിലത്തുറയ്ക്കാത്തതുപോലെ ആടുന്നുണ്ട്. അപ്പിടി ചിതൽ കയറിയല്ലോ അച്ഛാ. മുട്ടുമടക്കി നിലത്തിരിക്കാൻ കഴിഞ്ഞിരുന്നേൽ വെട്ടിക്കീറി അടുപ്പിൽ വെക്കാമായിരുന്നു. ഹാ, കിടക്കട്ടെ. നമ്മളെപ്പോലെ അതും തീരും. അച്ഛൻ്റെ വാക്കിൽ മുഴച്ചു നിൽക്കുന്നത് വേദന മാത്രമാണ്. അച്ഛൻ എവിടെയും പോകുന്നുണ്ടോ? ഡ്രസ്സ് മാറിയിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. കവലയിലേക്കാണോ? എന്നാ ഒരു 10 മിനിറ്റ് നിന്നാൽ ഞാനും ഉണ്ട്. അത് ഇല്ല മോളെ, ഇപ്പം തന്നെ ഇറങ്ങണം. 10 മിനിറ്റ് നിന്നാൽ കടയിലെത്താൻ വൈകും. വൈകിയാൽ എന്താ? സാധനം തരില്ലേ? എൻ്റെ മോളെ, സാധനം വാങ്ങാനല്ല. അച്ഛൻ ഇവിടെ അടുത്ത് ഒരു കടയിൽ ചെറിയൊരു പണി കിട്ടി. അച്ചമ്മയാണ് പറഞ്ഞത്. അപ്പോഴേക്കും സിദ്ധുവും പല്ലും മുഖവും കഴുകി വന്നിരുന്നു. എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരുപാട് ദിവസമായോ പോയി തുടങ്ങിയിട്ട്? എൻ്റെ ചേച്ചി, ഒരു 6 മാസം ആയിട്ടുണ്ടാവും. ഓ അങ്ങനെ. അവൾ മുന്നിലേക്ക് നടന്നു. മോളെ, ഒളിച്ചു വെച്ചതല്ല. അവനല്ലേ വീട്ടു ചിലവിനും സിദ്ധുവിൻ്റെ മരുന്നിനും കാശ് തരുന്നത്. 5000 രൂപ തരും. മരുന്നെടുത്ത് കഴിയുമ്പോൾ 2000 രൂപ മിച്ചം വരും. അതിൽ ഒരു മാസം എങ്ങനെ പിടിച്ചു നിൽക്കും? അതാ. ലക്ഷ്മിയുടെ മുഖം ചുള്ളിഞ്ഞു പോയി. 5000 രൂപയോ? 10000 എന്നല്ലേ അവൻ എന്നോട് പറഞ്ഞത്? ഇല്ല ചേച്ചി, നമ്മളെന്തിനാ കള്ളം പറയുന്നേ? ദുഷ്ടൻ.
കല്യാണം കഴിഞ്ഞ് ബാങ്കിൽ ജോലിക്ക് പോയതാ. ശമ്പളം കിട്ടുന്നത് അതുപോലെ വീട്ടിലെ ചിലവിന് ഇവിടെ കൊണ്ട് തരുമ്പോൾ അവന് പരാതിയൊന്നും ഇല്ലായിരുന്നു. 6 മാസം കഴിഞ്ഞ് ജോലി റിസൈൻ ചെയ്യാൻ എന്നെ നിർബന്ധിച്ചു. ഇവിടെ എത്തിക്കേണ്ട കാശ് മാസാമാസം അച്ഛനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ വിഡ്ഢിയായ ഞാൻ അവൻ്റെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചു. ചേച്ചി ഇനി അതൊന്നും ആലോചിക്കേണ്ട. അച്ഛന് ദിവസം 300 രൂപ കിട്ടും, പിന്നെ ഉച്ചഭക്ഷണവും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകാം. അത് പറ്റില്ല മോനെ, ഒരു ജോലി അന്വേഷിച്ച് കണ്ടെത്തണം. വീട്ടിലിരുന്നാൽ ശരിയാവില്ല. ഇന്ന് വേണ്ട മോളെ, മനസ്സൊന്ന് ശാന്തമാകട്ടെ, മാധവൻ പറഞ്ഞു. എൻ്റെ മനസ്സിന് ഒരു പ്രശ്നവും ഇല്ല അച്ഛാ, ഞാൻ ഓക്കെയാ. ഹൃദയത്തെ പാകപ്പെടുത്തുവാണ് ആ പെണ്ണ്. സിമ്പിൾ കോട്ടൺ സാരിയും ചുറ്റി ഒരു ബാഗും തോളിലിട്ട് പോകാനിറങ്ങി. വണ്ടി എടുക്കുന്നില്ലേ മോളെ? അച്ചമ്മ ചോദിച്ചതും അവൾ ചിരിച്ചുപോയി. ഇന്നലെ വരുന്ന വഴി ഞാനും വണ്ടിയും വീണു. എൻ്റെ കാലിലെയും കയ്യിലെയും തൊലി മാത്രം പോയി. പക്ഷേ വണ്ടി പണിയായി. ഇവിടെ എത്തുന്നതിന് മുന്നേ വഴിയിൽ വെച്ച് അവൻ നിന്നുപോയി. ഉന്തിക്കൊണ്ടാ വന്നത്. പാവം എൻ്റെ സീതേച്ചി, എന്തുമാത്രം സങ്കടങ്ങളാ ആരും കാണാതെ മറച്ചു പിടിക്കുന്നത്. എൻ്റെ ചേച്ചിയൊന്ന് ചിരിച്ചു കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. മോനെ, ഇങ്ങനെയൊന്നും പറയാതെ മക്കളെ. അച്ചമ്മാവനെ ചേർത്ത് പിടിച്ചു. അവളെ സീതയായി കണ്ട് സ്നേഹിക്കാൻ ഒരു ശ്രീരാമൻ വരും. സിദ്ധൂട്ടൻ നോക്കിക്കോ. നിർമാല്യം. മതിൽക്കെട്ടിലെ പേരിൽ വെറുതെ വിരൽ വെച്ചു. അവളിവിടെ ഉണ്ടാവോ? കണ്ടില്ലേൽ നമ്പറെങ്കിലും വാങ്ങാം. ഗേറ്റ് തുറന്ന് കയറി. കോളിംഗ് ബെല്ലിൽ വിരൽ വെച്ച് കാത്തു നിന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് കണ്ടുമുട്ടിയതാണ് നിത്യയെ. നല്ല കൂട്ടുകാരി, എന്തും ഷെയർ ചെയ്യാൻ കഴിയുന്ന പ്രിയപ്പെട്ടവൾ. ഹാ, ഇതാര്? ഈ വഴിയൊക്കെ അറിയോ? നിത്യയുടെ അമ്മ നിർമ്മല ചോദിച്ചു. മറന്നിട്ടൊന്നുമില്ല. മോളിരിക്ക്, ജ്യൂസ് എടുക്കാം. ഏയ് ഒന്നും വേണ്ടമ്മ, എനിക്ക് നിത്യയെ ഒന്ന് കാണണമായിരുന്നു. അവള് ഉറക്കാണ് മോളെ, ഇന്ന് വെളുപ്പിന് വന്നു. ലക്ഷ്മി സന്തോഷത്തിൽ ചിരിച്ചു. ആണോ? എന്നാ ഞാനൊന്ന് കണ്ടോട്ടെ. നിർമ്മല തലകുലുക്കി. നിത്യ നിത്യ. അമ്മ കൊല്ലും കേട്ടോ. കണ്ണു തുറക്കാതെ അവൾ പറഞ്ഞു. എടി, ഞാൻ ലച്ചുവാ. നിത്യ ഞെട്ടി ഉണർന്നു. അയ്യോ, സത്യാണോ? ചാടി എഴുന്നേറ്റ് ലക്ഷ്മിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. സ്വപ്നമല്ല, ഇതെൻ്റെ ലച്ചു തന്നെയാ. നീ എങ്ങനെ അറിഞ്ഞു ഞാൻ വന്നൂന്ന്? അത് എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. മറ്റാരും ഇല്ല എനിക്ക്. നിത്യ വായും തുറന്നിരിക്കുവാണ്. മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യാദവിൻ്റെ ഭാര്യയ്ക്ക് ഈ പീറപ്പെണ്ണ് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? നിത്യ പ്ലീസ്. അവൾ ചെവി രണ്ടും പൊത്തി പിടിച്ച് തല താഴ്ത്തി. ലച്ചു, എന്താടി? താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തുമ്പോൾ ഇതുവരെ പിടിച്ചു കെട്ടിയ കണ്ണുനീർ ഒഴുകിയിറങ്ങി. നിമിഷങ്ങൾക്ക് ശേഷം, അയ്യേ, ഇത്രയ്ക്കും ഇവനെ ഓർത്താണോ നീ കരഞ്ഞത്? ഏയ് അല്ലടി എൻ്റെ സിദ്ധൂട്ടൻ, അവനെ നിനക്കറിയാലോ. മരുന്നില്ല ഇത്രയും നാളും പിടിച്ചു നിന്നത്. ഇനി അത് പറ്റില്ല. ഹാർട്ടിൻ്റെ സർജറി എത്രയും പെട്ടെന്ന് നടത്തണം. ഞാൻ എന്തു ചെയ്യും? ലച്ചു, കാശായിട്ട് അത്രയൊന്നും എൻ്റെ കയ്യിലില്ലടി. പിന്നെ കല്യാണത്തിന് സ്വരൂപ് കൂട്ടിയ 2 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്. അത് ഞാൻ തരാം. 2 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും. അപ്പോൾ തിരികെ തന്നാൽ മതി. ലക്ഷ്മി പുഞ്ചിരിച്ചു. എനിക്ക് കാശൊന്നും വേണ്ട. ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? നിന്റെ ഫിയാൻസി ശ്രമിച്ചാൽ നടക്കില്ലേ? എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കോ? ജോലി? അതിന് സഞ്ജുവിൻ്റെ സഹായം വേണ്ടി വരില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്. പക്ഷേ PS-ൻ്റെ പോസ്റ്റാണ്. നീ ചെയ്യോ? സീപ്പർ പോസ്റ്റ് ആയാലും എനിക്ക് പ്രശ്നമില്ല നിത്യ. പിന്നെ സീപ്പർ ഒന്ന് പോവണേ. ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയില്ലേൽ സഞ്ജുവിനോട് പറയാം. അവനും ഞങ്ങളുടെ ബോസിൻ്റെ മകനും വലിയ കൂട്ടാ. എവിടെയും നിന്നെ കുത്തിത്തിരുകാം. എന്താ, ഹാപ്പിയാണോ? അപ്പോൾ നാളെ ഈവനിങ് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ലക്ഷ്മി അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. താമസമൊക്കെ എങ്ങനെ അടി? ആദ്യമൊക്കെ ഹോസ്റ്റലായിരുന്നു. എന്തോ അവിടെ ഒരു പ്രൈവസി ഇല്ല. പിന്നെ വെള്ളം കുറച്ചേ ഉപയോഗിക്കാവൂ. ഫുഡും പോരാ. അങ്ങനെ ഒരു വീടെടുത്തു. സഞ്ജു റെഡിയാക്കി തന്നതാ. ഇപ്പോൾ സുഖം. ഞാൻ വന്നാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവോ? ലക്ഷ്മി ചോദിച്ചു. എൻ്റെ പെണ്ണെ, അതൊരു പ്രത്യേക ക്യാരക്ടറാണ്. ഞാൻ അവൻ താമസിക്കുന്ന വീട്ടിൽ പോയാലും ചെക്കൻ വീടിന് വെളിയിലിറങ്ങില്ല. അങ്ങനെ ഒരു പാവം. എന്നാൽ ശരി നിത്യ, ഞാൻ നാളത്തേക്കുള്ളത് സെറ്റാക്കട്ടെ. ലക്ഷ്മി പോകാനിറങ്ങി. ഗേറ്റ് വരെ നിത്യയും ചെന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അങ്ങ് കൊച്ചിയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട്.
ബോയ്സും ഗേൾസും. അവിടെ വന്ന് അവൻ നിന്നെ ശല്യം ചെയ്താൽ എല്ലാവരും കൂടി യാദവിനെ തീർക്കും. റോഡിൻ്റെ ഓരം ചേർന്ന് നടക്കുമ്പോൾ അവൾക്ക് 1000 പ്രതീക്ഷകളായിരുന്നു. അച്ഛനും സിദ്ധൂട്ടനും അച്ചമ്മയ്ക്കും സന്തോഷമാകും. സ്റ്റാർട്ടിംഗ് സാലറി 30,000 വരും. എത്ര ബുദ്ധിമുട്ടുണ്ടേലും കടിച്ചു പിടിച്ച് നിൽക്കണം. 2 വർഷം ജോലി ചെയ്താൽ സർജറിക്കുള്ള കാശ് റെഡിയാവോ നോക്കാം. കാലുകൾ വലിച്ചു വെച്ച് നടക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അറിയാതെ അവൾ നിന്നുപോയി.